അസ്സലാമലൈക്കും. അപ്പൊ അതാ ഇന്ന് രാവിലെ തന്നെ നമ്മളിതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ഒരു ഫുൾ ഡേ എങ്ങനെയുണ്ട് എന്നുള്ളത് ചുരുക്കത്തിൽ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ സമയം രാവിലെ 6 മണിയാണ് കേട്ടോ. അപ്പൊ രാവിലെ എണീറ്റ പാട് ഞാൻ പുറത്തുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് ആയിക്കോട്ടെ നമ്മളുടെ വീഡിയോയുടെ ഇന്നത്തെ തുടക്കം. എണീറ്റപ്പോ പുറത്തുള്ള ഒരു കാലാവസ്ഥ ഇട്ടത് കണ്ടില്ലേ, നിറയെ മഞ്ഞാണ്. എനിക്ക് സൂര്യ ഉദിച്ചു വരുന്നത് കാണാനില്ല, മഞ്ഞുകൊണ്ട് മഞ്ഞിൽ പെട്ടുപോയിക്കണം സൂര്യൻ. എന്താ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണുന്നത് കേട്ടാ. മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യ ഉന്തി തള്ളി പുറത്തേക്ക് വരുന്നൊരവസ്ഥ. ഇതൊക്കെ എന്താ മൊത്തത്തിൽ മഞ്ഞാണ്. റോഡൊന്നും നല്ലപോലെ കാണാനേ ഇല്ല. കണ്ടോ, UAE ഉണ്ടായിരുന്നപ്പോഴേക്കാളും തണുപ്പുണ്ട് ഖത്തറിലെന്ന് ഞാൻ വന്ന പാടന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തണുപ്പ് ഇപ്പൊ കുറഞ്ഞിങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ രാവിലെ അത് എണീറ്റ് നോക്കിയപ്പോ തന്നെ ഞാൻ രാവിലെ എന്ന് എണീറ്റ് പാട് ജസ്റ്റ് ഒന്ന് ജനൽ തുറന്ന് നോക്കൂട്ടോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ചില ദിവസങ്ങളിൽ ചില മഴച്ചാറ്റിലൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ മിഞ്ഞാന്നൊന്നും മഴയൊക്കെ ചാറി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടാ. രാവിലെ തന്നെ അതിൻ്റെതായ തണുപ്പുണ്ട്. രാവിലെ പതിവ് പോലെ തന്നെ കിച്ചുവിന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഓഫീസിൽ പറഞ്ഞയച്ചതിന് ശേഷം കുറച്ച് സമയം ഇരുന്ന് നമ്മളെ കാത്തിരിപ്പിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് മക്കളൊക്കെ എണീറ്റ് അവർക്ക് ചായ കൊടുത്തപ്പോ നേരെ അടുക്കളയിൽ കയറിയിട്ടാ. ഇനി ഉച്ചക്കുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക്. ഇനിയിപ്പോ നോമ്പും കാര്യങ്ങളൊക്കെ വരാൻ പോവല്ലേ. നാട്ടിലാണെങ്കിൽ ഇപ്പൊ നനച്ചുള്ളി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ തിരക്ക് പിടിച്ച ഒരു സമയമായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. ഇവിടെ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇവിടെ ചെയ്യാനും പിടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ചടപടാച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഖത്തർക്ക് നമ്മൾ വന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ അധിക പണികളൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളെ കുളിയും ചോറുന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം 4:30 മണിയായി. കിച്ചു ഓഫീസ് കഴിഞ്ഞ് വരുമ്പോത്തിന് ഞങ്ങളോട് റെഡി ആയി നിക്കാൻ പറഞ്ഞേക്ക. അപ്പൊ ഞങ്ങള് പുറത്ത് നിൽക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ ഞങ്ങള് ആ പുറത്തു തടി ചുറ്റുഭാഗം നടന്ന് മക്കള്. അപ്പൊ ഞങ്ങളിതാ പുറത്ത് പോയി നിക്കാണെങ്കിൽ കിച്ചു അങ്ങോട്ട് വരും ഞങ്ങൾ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങള് ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം അല്ലേ. ഷോപ്പിങ്ങില് കാര്യങ്ങളൊക്കെ നമ്മള് സ്പ്രേ അടിച്ചിക്കണേ പോരെ. അപ്പൊ വന്നിട്ടില്ല. അപ്പൊ വരും. അയ്യോ അതാ വണ്ടിയിട്ട് ഇറങ്ങിക്കൊക്കെ. നിങ്ങൾ ദൂരൊക്കെ ഒന്ന് പോവലിട്ടെ. പപ്പ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ വിളിക്കാതെ എവിടെ നിന്നൊക്കെ അറിയില്ല. അവിടെ കൊറേ പ്രാവല്ലേ കൂട്ടം കൂടിട്ട് പാറിപ്പോയി. മുമ്പിൽ കൂടെ പ്രാവുകൾ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ പോയിക്കാ. ഞാൻ കണ്ടമ്മ അതിന് വെളിയിലേക്ക് പോകാനുള്ള വയ്യും കിട്ടി. അതെ പപ്പ വരുന്നതാ. പപ്പ വന്ന് വേഗം വണ്ടി കൊണ്ടുവച്ചു വന്നാണ്. നിങ്ങളെ വണ്ടി കൊണ്ടുവച്ചു വന്നാണ്. പ്യാപ്പ വന്നോ പ്യാപ്പ. ഇന്ന് കൊഴുത്തൊരു ഗുണ്ടൻ പൂച്ച. അപ്പൊ നോക്കൂ ഒരു ഗുണ്ടാപ്പി പൂച്ച ഇവിടെ. അയ്യോ പൂച്ച എന്റെ അടുത്ത് ഒന്നുമില്ല പൂച്ചയെ. എന്തെങ്കിലും ഒരു ഗുണ്ടൻ പൂച്ച. തൊട്ടൊക്കെ ചവിട്ടരുത്. തൊട്ടൊക്കെ പിന്നെ കൈ കഴുകിട്ട് പോരാൻ പാടല്ലേ. അതിനെന്ത് തൊട്ട് കൊടുത്തപ്പോ അതവിടെ കിടന്ന് കൊടുക്കണേ. ഞാൻ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടിട്ട്. അയ്യോടാ മിച്ചിന്റെ കാലിന്റെ അടിയിൽ പൂച്ച മാന്തിയത് മറക്കണ്ടമ്മ. ഞങ്ങൾ പോയി വരട്ടാ.
ബൈ ബൈ. അങ്ങനെ അതാ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് അൽക്കോറിലുള്ള ലുലു മാളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ എല്ലാ വീക്കെൻഡിലുമാണ് ഞങ്ങൾ കിച്ചു ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങലും സാധനങ്ങൾ വാങ്ങിക്കലും ഒക്കെ ചെയ്യാം. ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ അങ്ങനെ കൊടുന്ന് വെക്കുകയാണ് ചെയ്യാട്ടോ. ഇത്തവണ ഇതാ ലുലുവിൽ വന്ന സമയത്ത് നോമ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നോമ്പിനുള്ള സംഭവങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇവിടെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം മുതൽ വേണ്ട നോമ്പിന് വേണ്ട സകലമാന സാധനങ്ങളും കൊണ്ട് ലുലു മൊത്തത്തിൽ ഇങ്ങോട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നോമ്പ് പർച്ചേസിംഗ് ഇപ്പൊ ചെയ്യുന്നില്ല, ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ദിവസങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നോമ്പിന്റെ തലേന്നൊക്കെ ആയിട്ട് വന്നിട്ട് നോമ്പിനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി കൊണ്ടുവെക്കാന്ന്. കാരണം നമുക്ക് എളുത്തുന്ന സാധനങ്ങൾ വാങ്ങാനൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ടവളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി അങ്ങനെ തോനെ കൊണ്ടുപോയി ലോഡ് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ മക്കൾക്ക് വേണ്ട ചില്ലറ സാധനങ്ങളും വീട്ടിലേക്ക് ഒരാഴ്ചക്ക് വേണ്ട അത്യാവശ്യം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് നിർത്താന്ന് വിചാരിച്ചിട്ടാ. ജ്യൂസ് ഞാൻ മാംഗോ മതി, മാംഗോ ഇത് മാംഗോ അതല്ല അതേതാ ഈ മാംഗോ വേണ്ട, ഇത് മതി, ഇത് മതി. ലിനുവിന്റെ കയ്യിലുള്ള മാംഗോ മതി. ഓറഞ്ച് എടുത്തു, ഒരു ഓറഞ്ച് ഒരു മാംഗോ കിട്ടും. ഒരു ഓറഞ്ച് ഒരു മാംഗോ. ചോക്ലേറ്റിന്റെ നോക്ക്, ഡോണറ്റ്സ് ചോക്ലേറ്റിന്റെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു അവിടെ. ഞാൻ മിക്സർ ആയിട്ട് എടുത്തോളൂ. ഷോപ്പിംഗ് തീർന്നപ്പോൾ നേരെ പിന്നെ ഫുഡും കൂടി കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിച്ചാണ്. കാരണം കിച്ചു ഓഫീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് കയറാത്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് പോ നിൽക്കായിരുന്നല്ലോ. അപ്പൊ അതിനെ ഫുഡ് കഴിക്കാനായിട്ട് മഹദിയല്ല മന്തിയിൽ വന്നതാണ് കേട്ടോ. മഹദീന്റെ എന്തി ആയിപ്പോയി. അപ്പൊ വന്നതാണ്. അപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണെങ്കിലും എന്താ പറയാ മന്തി കഴിക്കുകയാണെങ്കിൽ അത് നേതിയിലെ മന്തി തന്നെ ആവുമ്പോൾ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടട്ടാ. എല്ലാവരും വന്നാണ്. ഇതൊക്കെ നമുക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഒക്കെ ഓരോ പാടിലാക്കി വെക്കാം. ഈ ലിനുവിന്റെ നമ്പറാണ്, കിടന്നുറങ്ങൽ ലിനുവിന്റെ നമ്പറാണ്. ഞാൻ അവനോട് പറയുന്നിട്ടുള്ളൂ, ഉമ്മച്ചിക്ക് കുറച്ച് പണികളുണ്ട്, അത് ഇന്നെ ഹെൽപ്പ് ചെയ്യണം. കിടന്നപ്പോ കിടന്നുറങ്ങാണ് കള്ള. എന്നിട്ട് വേടാ വരി അല്ല, മൂന്നാക്കും ഓരോ പണികൾ പറയാനിട്ടാ. വരി. ഫിഷ് അവിടെ വെച്ചാല് ആദ്യതാ ഫ്രൂട്ട്സ് ഒരാൾക്കുള്ള പണി ഇതാ. ഫ്രൂട്ട്സുകളൊക്കെ ഈ കൊട്ടയിൽക്കാക്കാം. ആദ്യക്കുള്ള പണി എന്താണെന്നറിയോ? അതില് കവറോളിലുള്ള നട്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേറെ വേറെ ആക്കി വെക്കാം. ബബിള് ഫ്രൂട്ട്സുകളൊക്കെ ഇതിലാക്കി വെക്കാം. മഷ്റൂമാണ്. ആ മഷ്റൂം അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ലിനുട്ടാ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതൊക്കെ മാറ്റി വെക്കുക. സാധാരണ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയത്തൊക്കെ നല്ല പൊരിഞ്ഞ തിരക്കിൽ തന്നെ ആവട്ടെ. ഞാനാണെന്നുണ്ടെങ്കിലും വീട് വൃത്തിയാക്കലും ഫർണിച്ചറുകളും കാര്യങ്ങളും എടുക്കലും പെറുക്കലും ഒക്കെ പാടിയായിട്ട് നമുക്ക് വീട്ടിലാവുമ്പോ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നോമ്പ് അടുപ്പിച്ചാവുമ്പോ നനച്ചോളി പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു പരിപാടി തന്നെയാണ് കേട്ടോ. ഇവിടെ വരും ആയതിന്റെ ശേഷം കഴിഞ്ഞ നോമ്പിനും ഞങ്ങൾ ഇവിടെ ഖത്തറിൽ തന്നെ ആയിരുന്നു, ഇത്തവണ ഇങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 നോമ്പിനും ഇവിടെ ഒരിക്കലും പറഞ്ഞാൽ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നും കേട്ടാ. കാരണം നാട്ടിലെ പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യാനും പെറുക്കാനും ഒന്നും ഇല്ലല്ലോ. നാട്ടിൽ പിന്നെ വീട് വൃത്തിയാക്കാനായിട്ട് അവിടെ വരുന്ന താത്താനെ വിളിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാട്ടിലെ വീടും വൃത്തിയാക്കിയിട്ട് അടച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. നിങ്ങളുടെ നാട്ടിലെ നോമ്പൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഉള്ളത് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ. അങ്ങനെ ഞാനും മക്കളും ചേർന്നിട്ട് ഇതാന്ന് കൊടുന്ന സാധനങ്ങളൊക്കെ അടക്കി പെറുക്കി വെച്ചു. പിന്നെ ഫ്രിഡ്ജ് കാര്യങ്ങൾ ഞാനൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റ്സും ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നോമ്പിനെ വരവേൽക്കാനുള്ള നിങ്ങളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയായോ എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാം. എടുത്താനേ